നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. ആദ്യം പ്രാദേശികം. കില CSED ETC കൊട്ടാരക്കര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ആരംഭിച്ച നെറ്റിപ്പട്ടം നിർമ്മാണ പരിശീലനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സക്കീർ ഹുസൈൻ, എക്സ്റ്റൻഷൻ ഓഫീസർ അബ്ദുൾ സലീം, കോഴ്സ് കോർഡിനേറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. K-Smart ഗുരുവായൂർ നഗരസഭയിലെ ആദ്യത്തെ ബിൽഡിംഗ് പെർമിറ്റ് അനുവദിച്ചു. നഗരസഭകളിൽ നടപ്പാക്കിയ സംയോജിത ഓൺലൈൻ സോഫ്റ്റ്വെയറായ K-Smartലൂടെ ഗുരുവായൂർ നഗരസഭയിൽ അപേക്ഷിച്ച് 24 മണിക്കൂറിനകം ആവശ്യക്കാരന് ബിൽഡിംഗ് പെർമിറ്റ് നൽകി. തൈക്കാട് 7ാം വാർഡിൽ താമസിക്കുന്ന രജനിയാണ് വീടുപണിയുടെ ഭാഗമായി പെർമിറ്റിനായി K-Smartലൂടെ അപേക്ഷിച്ചത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സർട്ടിഫിക്കറ്റ് കൈമാറി. സ്ഥിരം സമിതി അധ്യക്ഷൻ AM ഷഫീർ, കൗൺസിലർമാർ, മുനിസിപ്പൽ എഞ്ചിനീയർ E ലീല, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് മുൻഗണന നൽകി വയനാട് ജില്ലയിലെ മാനന്തവാടി നഗരസഭയിലെ ബജറ്റ്. കാർഷിക വികസനം, പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ സമഗ്ര പുരോഗതി, വിദ്യാഭ്യാസം, ആരോഗ്യം, നഗരശുചിത്വം, തെരുവ് വിളക്കുകളുടെ പരിപാലനം, മാലിന്യ സംസ്കരണം തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകിയാണ് ബജറ്റ്. നഗരസഭാ കാര്യാലയം, ബസ് ടെർമിനൽ, ടൗൺ ഹാൾ, ജൈവ വൈവിധ്യ പഠന കേന്ദ്രം, ബസ് ബേ, ടോയ്ലറ്റ് ബ്ലോക്കുകൾ, മേഖലാ ഓഫീസുകൾ, K-Smart സേവന കേന്ദ്രങ്ങൾ, വിശ്രമ കേന്ദ്രം, സ്റ്റേഡിയം, ഫ്ലൈ ഓവറുകൾ, ഹോൾസെയിൽ മത്സ്യ മാർക്കറ്റ് തുടങ്ങിയ വിവിധ പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഹരിതകർമ്മ സേനയുടെ കാര്യശേഷിയും നൈപുണ്യവും വർദ്ധിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട വരുമാനം ഉറപ്പുവരുത്തുന്നതിനും സംഘടിപ്പിക്കുന്ന ത്രിദിന പരിശീലനം വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നടന്നു. കിലയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിശീലനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ LC പൗലോസ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ ശേഖരണം, തരംതിരിക്കൽ, ഉറവിട ജൈവ മാലിന്യ സംസ്കരണം, ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകൾ, മാലിന്യ പരിപാലന നിയമങ്ങൾ, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ, വരുമാനം മെച്ചപ്പെടുത്തൽ, സംരംഭകത്വ സാധ്യതകൾ, മികച്ച ആശയവിനിമയം തുടങ്ങിയ വിവിധ വിഷയങ്ങളാണ് ത്രിദിന പരിശീലനത്തിൽ ചർച്ച ചെയ്തത്. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സാലി പൗലോസ് അധ്യക്ഷയായി. ജില്ലയിലെ അരിവാൾ രോഗബാധിതരായ കുട്ടികളുടെ വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ പഠന പുരോഗതി മാർഗനിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മാനന്തവാടിയിൽ സംസ്ഥാനതല ദ്വിദിന ശില്പശാല നടത്തി. സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള സദസ്സിൽ സിക്കിൾ സെൽ അനീമിയ രോഗികളുടെ സംഘടന ഉന്നയിച്ച വിവിധ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച ശില്പശാലയ്ക്ക് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി നേതൃത്വം നൽകി. മാനന്തവാടി ഗ്രീൻസ് റെസിഡൻസിയിൽ നടന്ന ശില്പശാലയിൽ കൽപ്പറ്റ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK ശിവരാമൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P ദിനീഷ്, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷം നടപ്പാക്കുന്ന വിവിധ പദ്ധതികളിലെ ഗുണഭോക്താക്കൾക്കുള്ള ധനസഹായ വിതരണവും ഗുണഭോക്തൃ സംഗമവും സംഘടിപ്പിച്ചു. ഹൈബി ഈഡൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ അധ്യക്ഷത വഹിച്ചു. നെൽകൃഷിക്കും പൊക്കാളി കൃഷിക്കും തരിശ് കൃഷിക്കും ഗുണഭോക്താവിന് തുക ലഭിക്കുന്ന നിലയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള ഭിന്നശേഷി സ്കോളർഷിപ്പിനായി തുക മാറ്റിവെക്കും. വിവിധ കാരണങ്ങളാൽ ഇടയ്ക്ക് വച്ച് പഠനം നിർത്തി പോകേണ്ടി വന്നവർക്ക് 10ാം ക്ലാസ്, +2 പഠനം പൂർത്തിയാക്കുന്നതിനുള്ള തുല്യതാ സാക്ഷരതാ പഠനത്തിൻ്റെ ഫീസ് ഇനത്തിലും തുക മാറ്റിവെക്കും. വിവിധ പദ്ധതികൾക്കുള്ള ധനസഹായ വിതരണത്തിൻ്റെ ചെക്കുകൾ വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി. കയർ ഭൂവസ്ത്ര വിതാന പദ്ധതിയിൽ എറണാകുളം ജില്ലയിൽ 1ാം സ്ഥാനം നേടി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2022-23 സാമ്പത്തിക വർഷത്തിൽ എറണാകുളം ജില്ലയിലെ 82 പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ കയർ ഭൂവസ്ത്രം വിനിയോഗിച്ച ഗ്രാമപഞ്ചായത്തിനുള്ള അവാർഡാണ് വടക്കേക്കര പഞ്ചായത്ത് കരസ്ഥമാക്കിയത്. പഞ്ചായത്തിലെ 20 വാർഡുകളിലായി തോടുകൾക്ക് 46,102 ചതുരശ്ര മീറ്റർ കയർ ഭൂവസ്ത്രമാണ് വിരിച്ചത്. പരമ്പരാഗത വ്യവസായമായ കയർ മേഖലയുടെ വളർച്ചയ്ക്കും ഉന്നമനത്തിനുമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് കയർ ഭൂവസ്ത്ര വിതാന പദ്ധതി. പഞ്ചായത്ത് പ്രസിഡന്റ് അടങ്ങുന്ന ടീം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടനിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. മാലിന്യ ശേഖരണവും സംസ്കരണവും മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലെ മണിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന റിംഗ് കമ്പോസ്റ്റും നിർമ്മിക്കും. മണിയൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന റിംഗ് കമ്പോസ്റ്റ് നിർമ്മാണ കേന്ദ്രം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ ആദ്യത്തേതാണ്.
ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളിലേക്കും അങ്കണവാടികളിലേക്കും വീടുകളിലേക്കും ആവശ്യമായ ജൈവമാലിന്യ സംസ്കരണ ഉപാധിയായ റിംഗ് കമ്പോസ്റ്റ് ഇവിടെ നിന്ന് നിർമ്മിച്ച് വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം. ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ റിംഗ് കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം KP കുഞ്ഞമ്പുകുട്ടി മാസ്റ്റർ MLA നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK അഷ്റഫ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യവുമായി കോഴിക്കോട് ജില്ലയിലെ കക്കോടി ഗ്രാമപഞ്ചായത്ത് 1000 വീടുകളിൽ പച്ചക്കറി തൈയും മൺചട്ടിയും പോട്ടിംഗ് മിശ്രിതവും നൽകുന്ന പദ്ധതിയുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീബ നിർവഹിച്ചു. പഞ്ചായത്തിൻ്റെ 3ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി നടപ്പാക്കുന്നത്. ഗ്രോ ബാഗുകളിൽ നിന്ന് പച്ചക്കറി കൃഷി പൂർണ്ണമായും മൺചട്ടിയിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. കോഴിക്കോട് നഗരത്തിലാദ്യമായി വനിതകൾ നടത്തുന്ന സൈക്കിൾ കേന്ദ്രങ്ങൾക്ക് തുടക്കം. നഗരസഭയിലെ സ്ത്രീകളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കോർപ്പറേഷൻ വിഭാവനം ചെയ്ത പദ്ധതിയാണ് വനിതകളുടെ നേതൃത്വത്തിലുള്ള സൈക്കിൾ കേന്ദ്രങ്ങൾ. പൊതുജനങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്ന തരത്തിൽ സൂക്ഷിക്കുന്നതുകുന്ന രീതിയിലാണ് സൈക്കിൾ കേന്ദ്രങ്ങളുടെ നിർമ്മാണം. പദ്ധതിയുടെ ഭാഗമായി 17ാം വാർഡിൽ 20 സൈക്കിളുകളാണ് നാട്ടുകാർക്കായി സമർപ്പിച്ചത്. സൈക്കിൾ സെറ്റ് പദ്ധതിയുടെ കോർപ്പറേഷൻ തല ഉദ്ഘാടനം ചെലവൂർ സ്പോർട്സ് പാർക്കിൽ മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. സമ്പൂർണ്ണ ശുചിത്വ പരിപാലനത്തിലേക്ക് കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത്. നഗരവത്കരണം യാഥാർത്ഥ്യമായ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിന് ശുചിത്വ സംഗമം സംഘടിപ്പിച്ചു. ജനുവരിയിൽ പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നിലനിർത്തുന്നതിന് നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സംഗമത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഹരിതചട്ടം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് 100ൽ കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന എല്ലാ ചടങ്ങുകളും ആശാവർക്കർ മുഖേന രജിസ്റ്റർ ചെയ്യും. മാലിന്യം വലിച്ചെറിയുന്ന ഹോട്ട്സ്പോട്ടുകളിൽ ഉടൻ CCTVകൾ സ്ഥാപിക്കും. മലിനജലം തോടുകളിൽ ഒഴുക്കുന്നത് തടയാൻ തോട് സഭയും, ഫ്ളാറ്റുകളിൽ ശുചിത്വം ഉറപ്പാക്കാൻ ഫ്ളാറ്റുകളിലെ താമസക്കാരുടെ പ്രതിനിധികളുടെ സംഗമവും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ചേരും. സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശാരുതി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, കുടുംബശ്രീ CDS അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, വാർഡ് ശുചിത്വ കമ്മിറ്റി അംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ജില്ലയിലെ കൊടകര ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ നിർമ്മിച്ച പകൽ വീട് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. കോട്ടയം ജില്ലയിലെ പാറത്തോട് ഗ്രാമപഞ്ചായത്തിലെ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. 2 വർഷം കൊണ്ട് എല്ലാ വീടുകളിലും കുടിവെള്ളം ലഭ്യമാകുന്ന പഞ്ചായത്തായി പാറത്തോട് മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ നിന്നും KRWSAയിൽ നിന്നുമുള്ള തുക ഉപയോഗിച്ച് പഞ്ചായത്തിലെ 6200 കുടുംബങ്ങൾക്ക് ശുദ്ധജലം ഒരുക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്നതിൻ്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ഡിജിസഭ സംഘടിപ്പിച്ചു. ആധുനിക യുഗത്തിൽ പുതിയ ഡിജിറ്റൽ സംവിധാനങ്ങളും അതുവഴി ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും നൽകി വരുന്ന സേവനങ്ങൾ അറിയുവാനും യഥാസമയം മനസ്സിലാക്കാനും ഉതകുന്ന തരത്തിലുള്ള പരിശീലന സംവിധാനമാണ് ഡിജി കേരള പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ജനങ്ങളിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ ബോധവൽക്കരണ പരിപാടി നടത്തി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലയിലെ പാറളം ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് കട്ടിലും 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. പഞ്ചായത്തിൻ്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. കട്ടിൽ, മേശ, കസേര വിതരണം പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. പ്രമോദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. എറണാകുളം ജില്ലയിലെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓപ്പൺ ജിം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിലാണ് പുതിയ ജിം ആരംഭിച്ചിരിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിവിധ മേഖലകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കാണാം.
പ്രൗഢി കൊണ്ടും പഴമ കൊണ്ടും ഗതകാല സ്മരണകളും വർത്തമാന സ്മരണകളും ഒരുപോലെ സ്മരിക്കുന്ന ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്ത സമഗ്ര വികസനത്തിലെ ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിൽ ഇലന്തൂർ ബ്ലോക്കിൽ 14.54 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. 10 വർഷമായി തരിച്ചുകിടക്കുന്ന 10 ഹെക്ടറോളം വരുന്ന ഏലകൾ കൃഷിവകുപ്പ് ഓമല്ലൂർ പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ചേർന്ന് തരിശുരഹിതമാക്കി. ഇതിന്റെ ഭാഗമായി 25 കിലോമീറ്ററിൽ 9 തോടുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചു. മാലിന്യ കൂമ്പാരമായി കിടന്നിരുന്ന വെമ്പാട്ടുകുളം പഞ്ചായത്തിന്റെയും തൊഴിലുറപ്പിന്റെയും ഏകീകരണത്തിലൂടെയും പുനരുജ്ജീവിപ്പിച്ചു. 20 കുടുംബങ്ങൾ ഈ കുളം പ്രയോജനപ്പെടുത്തുന്നു. 14 വാർഡുകളിലായി 28 ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇവിടെയുണ്ട്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് പഞ്ചായത്ത് MCF-ൽ കൊണ്ടുവന്ന് വേർതിരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നു. ഗ്രാമപഞ്ചായത്ത്, ഘടക സ്ഥാപനങ്ങൾ, ഗ്രാമസഭകൾ, ഓമല്ലൂർ വയൽവാണിഭം തുടങ്ങിയവയിലെല്ലാം ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നു. ഹരിത പച്ചക്കറി സംഭരണ വിപണന കേന്ദ്രം ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ കൃഷിഭവനിലൂടെ കർഷകരുടെ കയ്യിൽ നിന്നും വിഷരഹിത പച്ചക്കറികൾ ശേഖരിച്ച് ന്യായമായ വിലയിൽ ഇവിടെ വിൽപ്പന നടത്തുന്നു. കഴിഞ്ഞ 5 വർഷത്തോളം തരിച്ചുകിടന്ന ചേറ്റൂർ ഏലയിൽ 5 ഏക്കറോളം നെൽകൃഷി വ്യാപിപ്പിച്ചു. 14 വാർഡുകളിലായി 2085 കമ്പോസ്റ്റ് പിറ്റുകൾ നിർമ്മിച്ചു നൽകി. 2090 സോക്ക് പിറ്റുകളും നിർമ്മിക്കപ്പെട്ടു. 6 വീടുകൾക്ക് ബയോഗ്യാസ് പ്ലാന്റുകൾ നൽകി. ഇതിൽ 4 വീടുകൾ പൂർണ്ണമായും ഗ്യാസ് ഒഴിവാക്കി ബയോഗ്യാസ് ഉപയോഗിക്കുന്നു. സൂക്ഷ്മത കൃഷി എന്ന ആശയത്തിലൂടെ പയർ, മുളക് തുടങ്ങി എല്ലാ പച്ചക്കറി തൈകളും നട്ടുവളർത്തുന്ന ഒരു പോളി ഹൌസ് ഇവിടെയുണ്ട്. ആട്, കോഴി എന്നിവയുടെ വിസർജ്യവും വീട്ടിലെ ജൈവ മാലിന്യങ്ങളും ശേഖരിച്ച് മികച്ച രീതിയിൽ ജൈവവളം ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഓമല്ലൂരിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി 3 പാറക്വാറികളിലായി റീചാർജിംഗ് നടക്കുന്നു. പറയനാലി വാർഡിലെ 50 കുടുംബങ്ങളുടെ ജലക്ഷാമം ഇതിലൂടെ പരിഹരിക്കപ്പെട്ടു. ഹരിത കേരള മിഷന്റെ സഹായത്തോടെ പഞ്ചായത്ത് കാർഷിക മേഖലയിൽ വനിതകൾക്ക് മികച്ച വരുമാനം ലഭ്യമാക്കാൻ 4 വനിതകളെ തെങ്ങുകയറ്റം പഠിപ്പിച്ചു. ഹരിത കേരള മിഷന്റെയും ഓമല്ലൂർ പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ 4 ഏക്കറിൽ കുറിഞ്ചാൽ വൃത്തിയാക്കി. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 കുളങ്ങൾ ശുചീകരിച്ചു. കൃഷിഭവന്റെ സഹായത്തോടെ 11 ഹെക്ടർ ഏത്തവാഴ കൃഷി ചെയ്തു വരുന്നു. കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി മത്സ്യകൃഷിയും നടത്തുന്നു. വനവൽക്കരണത്തിന്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 ലക്ഷം വൃക്ഷത്തൈകൾ പഞ്ചായത്തിൽ വിതരണം ചെയ്തു. സഞ്ചരിക്കുന്ന മൃഗാശുപത്രി എന്ന ആശയവുമായി വയനാട് ജില്ലയിലെ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത്. വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കർഷകരുടെ ഉപജീവന മാർഗമാണ് കൃഷിയും അനുബന്ധ മേഖലയായ ക്ഷീരമേഖലയും. കൃഷിയും മൃഗപരിപാലന മേഖലയിലൂടെയും ഉപജീവന മാർഗം കണ്ടെത്തുന്ന നിരവധി കർഷകരുള്ള ഒരു നാടാണ് വയനാട്. ഇവിടെയാണ് സഞ്ചരിക്കുന്ന മൃഗാശുപത്രി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. 152 ബ്ലോക്ക് പഞ്ചായത്തിൽ 2ാം സ്ഥാനത്താണ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പാൽ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ. 22 ക്ഷീരസംഘങ്ങൾ ഈ മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുണ്ട്. ആ ക്ഷീരസംഘങ്ങളെ കൃഷിക്കാരെ സഹായിക്കാനുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വീട്ടുപടിക്കൽ സേവനം നൽകുന്ന സഞ്ചരിക്കുന്ന മൃഗാശുപത്രി, ഒരു വെറ്റിനറി സർജനും മരുന്നുകളുമായി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ 5 പഞ്ചായത്തുകളിലും 22 ക്ഷീരസംഘങ്ങളിലൂടെ സഞ്ചരിച്ച് ആ സേവനം ഉറപ്പുവരുത്തുകയാണ്.
മൃഗസംരക്ഷണ മേഖലയിൽ പുത്തൻ ഉണർവ് സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് തന്നെ മാതൃകയുമാണ് ഈ പദ്ധതി. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തവിഞ്ഞാൽ, തിരുനെല്ലി, എടവക, തൊണ്ടർനാട്, വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തുകളിലുള്ള ക്ഷീരകർഷകർക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപയാണ് മൃഗസംരക്ഷണ മേഖലയിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് ചെലവഴിക്കുന്നത്. 5 പഞ്ചായത്തിലെ 13 ഡിവിഷനിലുമായി 13 ഡിവിഷനിൽ ഒരു ഡിവിഷനിൽ 2 ദിവസം സേവനം കിട്ടാൻ പാകത്തിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഞ്ചരിക്കുന്ന മൃഗാശുപത്രി. മൃഗാശുപത്രി അടുത്തില്ലാത്ത വിദൂര ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു സഞ്ചരിക്കുന്ന മൃഗാശുപത്രി. മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലെ 21 ക്ഷീരസംഘങ്ങളെയും 6 മൃഗാശുപത്രികളെയും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ പദ്ധതി മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. മൊബൈൽ വെറ്റിനറി ക്ലിനിക് എന്ന പരിപാടി ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു വർഷത്തിൻ്റെ മുകളിലായി വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഓരോ സെൻറ്ററിൽ പോയിട്ട് കർഷകർ കൂടുതൽ വരുന്നുണ്ട്, മരുന്നുകൾ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. ആൾക്കാർക്ക് സമയം, പൈസ, അവരുടെ അധ്വാനം ഒക്കെ ലാഭം കിട്ടുന്നുണ്ട്. സഞ്ചരിക്കുന്ന മൃഗാശുപത്രിയിൽ പ്രത്യേകം സജ്ജീകരിച്ച വാഹനവും ഡോക്ടർ, ഡ്രൈവർ, അറ്റൻഡർ കൂടാതെ കർഷകർക്കാവശ്യമായ മരുന്നുകളുമടക്കം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സഞ്ചരിക്കുന്ന മൃഗാശുപത്രിയുടെ യാത്ര. ക്യാമ്പ് കൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ലത് തന്നെയാണ്. ഇതിലെ വണ്ടി വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ മൃഗാശുപത്രിയിലേക്ക് അങ്ങോട്ട് മാനന്തവാടിക്കോ കല്ലുടിക്കൊന്നും പോകണ്ടല്ലോ. ഇത് വരുന്ന ദിവസം നോക്കിയിട്ട് പശുവിന് സുഖമില്ലാത്തതോ അല്ലെങ്കിൽ എന്താ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വന്ന് മരുന്ന് മേടിക്കൂ. ഇത് നല്ലൊരു ഉപകാരം തന്നെയാണ് ഇതിലെ വരുന്നത് തന്നെ. മൃഗങ്ങൾക്ക് സംഭവിക്കുന്ന രോഗങ്ങൾക്ക് മരുന്ന് ഈ പദ്ധതിയിലൂടെ സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. 20 ലക്ഷം രൂപയുടെ വെറ്റിനറി മരുന്നുകളാണ് ഈ മൃഗാശുപത്രി വഴി കർഷകർക്ക് നൽകി വരുന്നത്. പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ക്ഷീരകർഷകർ അനുഭവിക്കുന്ന വിവിധ തരം രോഗങ്ങൾക്കുള്ള പ്രതിരോധ മാർഗങ്ങളും സഞ്ചരിക്കുന്ന മൃഗാശുപത്രി വഴി മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട്. മൃഗങ്ങളെ ബാധിക്കുന്ന വിവിധ രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനായി പ്രതിരോധ മരുന്നുകളടക്കം നൽകി ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് സഞ്ചരിക്കുന്ന മൃഗാശുപത്രി പദ്ധതി നടപ്പിലാക്കുന്നത്. ഇവിടെ വണ്ടി വന്നതിൻ്റെ ഭാഗമായിട്ടും ഈ മരുന്ന് വീടുകളുടെ പടിക്കലെത്തുന്നതിൻ്റെ ഭാഗമായിട്ടും ഒരുപാട് ഉപകാരപ്രദമായി ഇതെന്നും നിലനിർത്തണം എന്നുള്ളൊരു പ്രാർത്ഥന കൂടി കർഷകൻ എന്ന നിലയ്ക്ക് നമുക്കുണ്ട്. വയനാട്ടിലെ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം മൃഗപരിപാലനമില്ലാതെ ഒരിക്കലും മുന്നോട്ടു പോകാൻ കർഷകർക്ക് സാധിക്കില്ല. ഇവിടെയാണ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സഞ്ചരിക്കുന്ന മൃഗാശുപത്രിയുടെ ഏറ്റവും വലിയ സവിശേഷത. അടുത്തതായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. താങ്ക് യു. കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പൊന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് നമ്മുടെ മേഖലയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഏകദേശം 1500 ടൺ നെല്ല് ഇവിടുന്ന് കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ കർഷകർക്ക് സഹായകമായിട്ടുള്ള നെൽകൃഷിക്ക് കൂലിച്ചെലവ്, അതുപോലെ തന്നെ സൗജന്യമായി വിത്ത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തരിശായി കിടക്കുന്ന കുറച്ച് പാടശേഖരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് കൃഷിക്ക് ഉപയോഗപ്രദമാകുന്ന തരത്തിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ജലസേചന പദ്ധതികൾ, അതുപോലെ അവർക്ക് വേണ്ട വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം. പാടശേഖരങ്ങളിലേക്ക് വൈദ്യുതി ഇല്ലാത്തത് വലിയൊരു പ്രശ്നമാണ് ചില ഏരിയകളിൽ. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് തന്നെ വലിയൊരു തുക വൈദ്യുതി എത്തിക്കുന്നതിനും ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അതിൻ്റെ ഫലമായി തന്നെ നമുക്ക് 3 വർഷത്തോളമായിട്ടെല്ലാം തരിശായി കിടന്നിരുന്ന, അല്ലെങ്കിൽ 30 വർഷത്തോളമൊക്കെ തരിശായി കിടന്നിരുന്ന ഭൂമി കൃഷി ചെയ്യാൻ കർഷകർ തയ്യാറാവുകയും നല്ല രീതിയിലുള്ള കൃഷി ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ രാമച്ച കൃഷി ചെയ്യുന്ന ഒരു പ്രദേശം കൂടെയാണ് നമ്മുടെ പഞ്ചായത്ത്. അപ്പം നമ്മുടെ പ്രദേശത്തെ രാമച്ചത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നേരിയ തോതിലുള്ള തിന്നായിട്ടുള്ള വേരുകളാണ്. അതുപോലെ തന്നെ ഒരുപാട് കാലം സുഗന്ധം നിലനിൽക്കുന്ന ഇതും കൂടെയാണ്. അപ്പോൾ
അപ്പോൾ ഈ രാമച്ച കൃഷിയുടെ ഒരു ഇതിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഗുരുവായൂർ MLA NK അക്ബർ അവരുടെ ഇടപെടൽ മൂലം തന്നെ ആദ്യമായി നമുക്ക് രാമച്ച കൃഷിക്ക് വേണ്ട സഹായങ്ങൾ നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ ഇത്തവണ നമുക്ക് സാധിച്ചു. അത് സർക്കാർ അനുമതി സ്പെഷ്യലി എടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. കാരണം രാമച്ച കൃഷിക്ക് അവരൊരുപാട് ഇപ്പോഴും പരമ്പരാഗത രീതിയിൽ ഒരു കൃഷി കൂടെ ചെയ്യുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഒരു 25 ഹെക്ടറോളം നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രാമച്ചത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അത് ഒരു 150ഓളം ഉൽപ്പന്നങ്ങൾ ഇവിടെ ഇവിടുത്തെ ഈ രാമച്ച കൃഷിയിൽ നിന്നും വേറെ മറ്റാളുകൾക്ക് തൊഴിലെടുക്കുന്ന തരത്തിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉൾപ്പെടെയുള്ള ഐറ്റംസ് ഈ രാമച്ചത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാക്കുകയും അത് വിപണിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട സഹായങ്ങളെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ സ്പെഷ്യൽ അനുമതി എടുത്തുകൊണ്ട് തന്നെ സാധിച്ചു. അതോടൊപ്പം മറ്റു കൃഷികൾ, നെൽകൃഷിയോടൊപ്പം തന്നെ ഇപ്പോൾ തെങ്ങ് കൃഷി, അതുപോലെ തന്നെ പിന്നെ കിഴങ്ങ് വർഗ്ഗ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്, പച്ചക്കറി കൃഷി, അതിന് വേണ്ട എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂർ മണ്ഡലത്തിൻ്റെ ഗ്രീൻ ഗുരുവായൂർ പറഞ്ഞ ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പച്ചക്കറിയും അതുപോലെ മറ്റു ഫലവൃക്ഷ തൈകൾ അതെല്ലാം നമ്മൾ ഇതിനോട് ഒപ്പം തന്നെ ചെയ്തു പോകുന്നതാണ്. പിന്നെ ഓണത്തിന് ഒരു കുല എന്നുള്ള ഒരു പദ്ധതി പ്രകാരം എല്ലാ വീടുകളിലും വാഴക്കൃഷി ചെയ്തുകൊണ്ട് നമ്മൾ ഓണാവുമ്പോഴേക്കും അത് വിപണിയിൽ എത്തിക്കുന്ന തരത്തിലുള്ള പദ്ധതികളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ എങ്ങനെയാണ് പഞ്ചായത്ത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ആരോഗ്യ മേഖലയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്ര കേരള മിഷനിൽ 2 വർഷമായി നമുക്ക് ആർദ്ര കേരള പുരസ്കാരം ലഭ്യമായിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് 6 വാർഡുകൾ കോസ്റ്റൽ ഏരിയയാണ് വരുന്നത്. അപ്പോൾ തീരദേശ മേഖല വരുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ ഒരുപാടുള്ള ഒരു മേഖല കൂടിയാണ്. അവിടെയാണ് നമ്മുടെ FHC പ്രവർത്തിക്കുന്നത്. FHC ആക്കി മാറ്റുന്നതിന് നമ്മൾ പദ്ധതികളൊക്കെ വെച്ചു. അതോടൊപ്പം നമുക്ക് ഈവനിങ് OP പഞ്ചായത്തിൽ നിന്ന് തന്നെ ഒരു ഡോക്ടറെയും ഫാർമസിസ്റ്റ് അതുപോലെ ലാബ് ടെക്നീഷ്യന് എല്ലാം പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ചെയ്തതും അവിടെ ഇപ്പോൾ അവരുടെ എല്ലാം സേവനം 6 മണി വരെ നമുക്ക് ലഭ്യമാണ്. അതോടൊപ്പം വിവിധ വാർഡുകളിലായി നമ്മൾ സബ് സെൻറ്റർ പോലെ നമ്മൾ അതിനൊരു പേര് കൊടുത്തിട്ടുള്ളത് ഹോംലി ഹെൽത്ത് കെയർ ഷെൽട്ടറാണ്. സബ് സെൻറ്റർ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹോംലി ഹെൽത്ത് കെയർ ഷെൽട്ടർ എന്ന് പറയുമ്പോൾ പ്രായമായ ആളുകൾക്ക് അവർക്ക് വന്നിരിക്കുന്നതിനും അവർക്കൊരു അവരുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും, അതോടൊപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഡോക്ടറെയും അതുപോലെ ഈ ഫാർമസിസ്റ്റിനെയും ലാബ് ടെക്നീഷ്യന്മാരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മാസത്തിൽ ഒരു തവണ അവിടെ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ ഡോക്ടറെ അവിടെ ഉപയോഗപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്താണ് ഇപ്പോൾ FHC നിൽക്കുന്നത്. അപ്പോൾ ഈ സബ് സെൻറ്ററുകൾ വിവിധ ഭാഗങ്ങളിലാവുമ്പോൾ ശരിക്കും ചിലപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് അവിടേക്ക് ഒരു 6 കിലോമീറ്ററോളം പോകേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെ ഈ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ വരുന്ന മരുന്നുകൾ ഇവർക്ക് വീടുകളിൽ എത്തിക്കുക, അതല്ലെങ്കിൽ തൊട്ടടുത്ത് ലഭ്യമാക്കുക എന്നുള്ളൊരു സംവിധാനം ഇതിലൂടെ ചെയ്യുന്നത്. അതോടൊപ്പം ഇന്ന് പല ചികിത്സാ രീതികളും ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ. അപ്പോൾ ആയുർവേദം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആയുർവേദ ചികിത്സ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇതിലുണ്ട്, ഹോമിയോ ഉണ്ട്. അതോടൊപ്പം ഇതെല്ലാം നമ്മൾ ഇനി ഒറ്റ കുടക്കീഴിലാക്കുന്ന ഒരു ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ആയുഷ് കോംപ്ലക്സ് ഇപ്പോൾ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ നമ്മൾ അവിടെ നമുക്ക് അനുമതി ലഭ്യമാണെങ്കിൽ യുനാനി, സിദ്ധ അതെല്ലാം കൂടെ ഒരുമിച്ച് എല്ലാം ഒരു കുടക്കീഴിൽ എന്നുള്ള ഈ ആയുഷ് കോംപ്ലക്സിൻ്റെ ബിൽഡിങ്ങിൽ നമ്മൾ ലഭ്യമാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതോടൊപ്പം പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ണീരൊപ്പാൻ ഒരു കൈസഹായം എന്നുള്ള പേരിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നമ്മുടെ പദ്ധതിയും അതുപോലെ തന്നെ പൊതുജന പങ്കാളിത്തവും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, ഇപ്പോൾ മെഡിക്കലി ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അത് ലഭ്യമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോം കെയർ നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം നൽകുന്നുണ്ട്. ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള എക്യുപ്മെൻറ്റ്സ്, ഡയലൈസറും അതുപോലെ തന്നെ എറിത്രോപൈറ്റ്സ് ഇഞ്ചക്ഷൻ്റെ മരുന്ന് ഉൾപ്പെടെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാണ്. പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ മെൻസ്ട്രൽ കപ്പ് നമ്മൾ 2 വർഷമായി സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം വിവ കേരളം പദ്ധതി തന്നെ സ്ത്രീകളുടെ ഇപ്പോൾ വിളർച്ച ഒക്കെ കണ്ടെത്തുകയും അതിനു വേണ്ട മരുന്ന്
ലഭ്യമാക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ, സമഗ്ര ആരോഗ്യ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സബ് സെൻ്ററുകളിലെല്ലാം തന്നെ അത്തരത്തിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകളും സൗജന്യമായി മരുന്ന് വിതരണവും എല്ലാം നടത്തി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഗ്യാസ് ക്രിമിറ്റോറിയം ഉണ്ട്. അത് കുറച്ച് വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് തന്നെയാണ്. പിന്നെ കോവിഡിൻ്റെ സമയത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചികിത്സ നൽകാനും സാധിച്ചിരുന്നു. എല്ലാവർക്കും നമ്മൾ സൗജന്യമായി ചികിത്സയും അതുപോലെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വാഹന സൗകര്യവും എല്ലാം നമ്മൾ കൊടുത്തിരുന്നു. പിന്നെ ജനകീയ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിദരിദ്രരായ ആളുകൾക്ക് നമ്മൾ അവർക്ക് വേണ്ട മെഡിക്കൽ ക്യാമ്പുകൾ ചെയ്യാറുണ്ട്, ഭക്ഷണം കൊടുക്കാറുണ്ട്. അതിദരിദ്രർക്ക് ആവശ്യമുള്ള എന്ത് മരുന്നാണ് അവരുടെ ആവശ്യം വെച്ചെങ്കിൽ ആ മരുന്നുകൾ അവർക്ക് സെപ്പറേറ്റ് പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഭിന്നശേഷി മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നമ്മൾ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി സ്പെഷ്യൽ പദ്ധതികൾ രൂപീകരിച്ചിരുന്നു. നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും, ഘടക സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും ഉൾപ്പെടെ നമ്മൾ ഭിന്നശേഷി സൗഹൃദ കെട്ടിടങ്ങളാക്കി മാറ്റിയിരുന്നു. അതിൽ പഞ്ചായത്ത് ഓഫീസിൽ ഉൾപ്പെടെ നമ്മൾ ലിഫ്റ്റ് സൗകര്യം, നമ്മുടെ മുകൾ നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിലേക്ക് എത്താൻ വേണ്ടി ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ലിഫ്റ്റ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയത്. അതോടൊപ്പം ഭിന്നശേഷിക്കാർക്കായിട്ട് പ്രത്യേക ടോയ്ലറ്റ്, അതുപോലെ അവർക്ക് വേണ്ടി കയറി ചെല്ലാവുന്ന തരത്തിൽ നമ്മുടെ ബിൽഡിങ്ങുകളെല്ലാം നമ്മൾ ഫണ്ട് ഉപയോഗിച്ച് മാറ്റം വരുത്തി. പിന്നെ അവർക്ക് തുടർച്ചയായി എല്ലാ വർഷവും നമ്മൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സ്പെഷ്യൽ ഗ്രാമസഭയും സ്പെഷ്യൽ മെഡിക്കൽ ക്യാമ്പും നടത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ നൽകിയിരുന്നു. അതുപോലെ തൊഴിലെടുക്കുന്നതിന് വേണ്ടി അവർക്ക് മറ്റിടങ്ങളിലേക്ക് പോകുന്നതിനും സ്വയം തൊഴിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായി തന്നെ മുച്ചക്ര വാഹനങ്ങൾ കൊടുത്തിരുന്നു. പിന്നെ അതോടൊപ്പം പെട്ടിക്കട, നമ്മുടെ മേഖലയിലുള്ള നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി തന്നെ പെട്ടിക്കടകൾ കൊടുത്തിരുന്നു. പിന്നീട് നമ്മൾ ഈ ഭിന്നശേഷി കണ്ടെത്തുന്നതിന് അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ ഏർലി ഡിറ്റക്ഷൻ ക്യാമ്പുകൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായിട്ട് അത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും അവർക്ക് നേരത്തെ കണ്ടെത്തിയാൽ ചിലതൊക്കെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ചികിത്സയ്ക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ലഭ്യമാക്കിയിരുന്നു. പിന്നെ പല കുട്ടികൾക്കും ചിലപ്പോൾ സ്കൂളിലെത്താൻ സാധിക്കാതെ വരും. അപ്പോൾ അവർക്ക് വീട്ടിൽ പോയിട്ട് നമ്മൾ BRCയുടെയും കൂടി സഹായത്തോടെ വീട്ടിൽ പോയിട്ട് പഠനം ലഭ്യമാക്കുക, അതുപോലെ തന്നെ ക്ലാസ് റൂം ഓൺലൈൻ പഠനം ചെയ്യുന്ന തരത്തിലുള്ള പഠനങ്ങൾ ലഭ്യമാക്കിയിരുന്നു. പിന്നെ അവർക്ക് വേണ്ട കിറ്റുകൾ, അതുപോലെ ഭക്ഷണത്തിന് വേണ്ട കിറ്റുകൾ, ആരോഗ്യപരമായിട്ട് വേണ്ട അത്തരത്തിലുള്ള മെഡിക്കൽ കിറ്റുകൾ തുടങ്ങിയ ഇതെല്ലാം ലഭ്യമാക്കിയിരുന്നു. പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ ബഡ്സ് സ്കൂൾ നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്നത് നല്ല ഒരു മനുഷ്യസ്നേഹി ഹബീബക്ക എന്ന് പറയുന്ന ആൾ 26 സെൻറ്റ് സ്ഥലം സൗജന്യമായി നമുക്ക് നൽകുകയും അവിടെയാണ് നമ്മളിപ്പോൾ 56 ലക്ഷം രൂപ ചെലവിൽ ബഡ്സ് സ്കൂൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അടുത്ത വർഷത്തോടെ അത് നമ്മൾ നമ്മുടെ നാട്ടിലെ ഭിന്നശേഷിക്കാർക്ക് പഠിക്കുന്നതിനും അതുപോലെ മറ്റു ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള അത്തരത്തിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി ഒക്കെ ചെയ്യണമെങ്കിൽ തൃശ്ശൂർ വരെ പോവേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അവർക്ക് ചികിത്സാ ചെലവിനേക്കാൾ ഉപരിയായി യാത്രാ ചെലവ് തന്നെ നല്ലൊരു തുക വരുന്നുണ്ട്. അപ്പോൾ അത്തരം സൗകര്യങ്ങൾ, ഇപ്പോൾ സ്പീച്ച് തെറാപ്പി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ഈ നമ്മുടെ ബഡ്സ് സ്കൂളിൽ ലഭ്യമാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദാരിദ്ര്യ ലഘൂകരണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ സർക്കാരിൻ്റെ തന്നെ മഹത്തായ ഒരു പദ്ധതിയാണല്ലോ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന്. നമ്മുടെ പഞ്ചായത്ത് പൂർണ്ണമായി അതിനോട് സഹകരിക്കുകയും നമ്മൾ സർവേ നടത്തി അതിൽപ്പെട്ട ആളുകളെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ 84 പേര് വരുന്നുണ്ട് അതിദാരിദ്ര്യത്തിൽ. അപ്പോൾ അവർക്ക് വേണ്ട മൈക്രോ പ്ലാൻ പദ്ധതികൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. മെഡിക്കൽ ക്യാമ്പ്, അതുപോലെ തന്നെ ടുഗദർ ഫോർ തൃശ്ശൂരിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ വിദ്യാലയങ്ങളും അതുപോലെ മറ്റു സ്ഥാപനങ്ങളുമായി സംയുക്തമായി എല്ലാ മാസങ്ങളിലും അവർക്ക് വേണ്ട ഭക്ഷ്യ കിറ്റുകൾ നൽകുന്നുണ്ട്. പിന്നീട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അവർക്ക് പഠന സൗകര്യം, അതിൽ വരുന്ന കുട്ടികൾക്ക് പഠന സൗകര്യം ലഭ്യമാക്കുകയും അവർക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആശ്രയ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ മാസവും ഇത്തരത്തിലുള്ള കിറ്റുകൾ നൽകുന്നുണ്ട്. പിന്നെ നമ്മൾ അവർക്ക് വേണ്ട വീട്, അതുപോലെ
ഭൂരഹിത ഭവനരഹിതർക്ക് സ്ഥലം ലഭ്യമാക്കുന്ന തരത്തിലുള്ള പദ്ധതികളെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ ചില ആളുകൾ ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ കെയർ ആവശ്യമുള്ള ആളുകളുണ്ട്, ആരുമില്ലാത്ത ആളുകളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ഏറ്റെടുത്തിരുന്നു. പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ 1-2 ആളുകളെ നമ്മുടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തൊട്ടടുത്തൊക്കെയുള്ള നമുക്ക് വരുന്ന വൃദ്ധസദനങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിൽ വീടും സ്ഥലവും ഇല്ലാത്ത ആളുകൾ, ഇങ്ങനെ 1-2 ആളുകൾ അത്തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു, റോഡ് സൈഡിൽ കഴിഞ്ഞിരുന്ന ആളുകൾ. അപ്പോൾ അവരെ അങ്ങനെ അഗതി മന്ദിരത്തിൽ നമ്മൾ ആക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിദരിദ്രർക്ക് ചിലപ്പോൾ അവർക്ക് എന്താണോ ആവശ്യം വരുന്നത് നമ്മൾ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഓരോ ആവശ്യങ്ങൾ, ഇപ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള യാത്രാ സൗകര്യം ചെയ്യേണ്ടി വരും, ചിലർക്ക് വീടിന് വാടക കൊടുക്കേണ്ട. അപ്പോൾ അതെല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ തൊഴിൽ ലഭ്യമാക്കുക എന്നുള്ള ഒരു പദ്ധതി പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നൽകുകയും ഗ്രൂപ്പ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ വ്യക്തിപരമായി സംരംഭങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സബ്സിഡി ഉൾപ്പെടെ ഇപ്പോൾ ഒരു 75% സബ്സിഡി ലഭ്യമാക്കിക്കൊണ്ട് തന്നെ ഗ്രൂപ്പ് സംരംഭങ്ങൾ കുറേ നമ്മുടെ പഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട ധനസഹായങ്ങൾ, അതിപ്പോൾ മില്ല്, അതുപോലെ നമ്മുടെ പഞ്ചായത്തിന് മുന്നിലുള്ള ഫ്രണ്ട് ഓഫീസ് ഹെൽപ്പ് ഡെസ്ക് സംവിധാനം, അതെല്ലാം അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുള്ള ഇതാണ്. അതോടൊപ്പം സ്ത്രീകൾക്ക് SC സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഓട്ടോറിക്ഷ, അതുപോലെ സ്കൂട്ടർ തുടങ്ങിയവയും നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ചെയ്യുന്നത്? ആദ്യമായി കുട്ടികളുടെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. നമ്മുടെ പ്രദേശത്തെ അംഗൻവാടികൾ, നമുക്ക് 32 അംഗൻവാടികളിൽ ഇപ്പോൾ 29 അംഗൻവാടികൾ സ്വന്തമായി സ്ഥലവും കെട്ടിടവുമുള്ള അംഗൻവാടികളാക്കി മാറ്റി. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു 6 അംഗൻവാടിയോളം നമ്മൾ സ്മാർട്ട് അംഗൻവാടികളായി മാറ്റി. അതിൽ എല്ലാ സൗകര്യങ്ങളും, കുട്ടികൾക്ക് വേണ്ട ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റ്, അതുപോലെ കളിസ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇന്നിപ്പോൾ അംഗൻവാടിയിലാണെങ്കിലും പകൽ സമയം അവർക്ക് പുറത്ത് കളിക്കണമെങ്കിൽ വെയിലായിരിക്കും, പിന്നെ മഴയുള്ള സമയത്താണെങ്കിൽ മഴയായിരിക്കും. അപ്പോൾ നമ്മൾ കളിസ്ഥലവും അതിൻ്റെ എക്യുപ്മെൻറ്റ്സും എല്ലാം അംഗൻവാടിയുടെ ഉള്ളിൽ തന്നെ മാറ്റടക്കം സെറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ സ്മാർട്ട് അംഗൻവാടികളാണ് നമ്മളിപ്പോൾ പുതിയതെല്ലാം ചെയ്യുന്നത്. മുകളിൽ ഒരു പ്ലേ ഹോൾ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഏകദേശം നമ്മുടെ ഒരു അംഗൻവാടി 1300 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഒരു അംഗൻവാടി. അതുപോലെ തന്നെ അവിടെ വരുന്ന നമ്മൾ ജാഗ്രതാ സമിതി നമ്മുടെ പഞ്ചായത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ വാർഡുകളിലും അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ ഈ അംഗൻവാടി തലത്തിൽ നമ്മൾ ബർത്ത് മുതൽ മരണം വരെ എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗൻവാടി തലത്തിലാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ട കുത്തിവെപ്പുകളാണെങ്കിലും അതുപോലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു ക്ലാസ്സുകളാണെങ്കിലും ബോധവൽക്കരണ ക്ലാസ്സുകൾ തുടങ്ങിയെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നീട് സ്ത്രീകൾക്ക് തൊഴിൽ എടുക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇതിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നുണ്ട്. സ്വയം തൊഴിൽ ചെയ്യാവുന്ന പദ്ധതികൾ, അതപ്പോൾ നമ്മുടെ പ്രദേശത്ത് കുടുംബശ്രീയുമായി സംയുക്തമായിക്കൊണ്ട് തന്നെ ഒട്ടനവധി ഇപ്പോൾ JLG ഗ്രൂപ്പുകൾ, കൃഷി ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. ഒരുപാട് കൃഷിയുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ കൃഷി മേഖലയിൽ കുറേ ആളുകളുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ട്സ് എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്ന, അപ്പോൾ അത് മില്ലും അതുപോലെ ഇപ്പോൾ മാലിന്യ സംസ്കരണ മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ പേപ്പർ ബാഗുകൾ, തുണി സഞ്ചികൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ സ്ത്രീകൾ തന്നെ ഇവിടെ നേതൃത്വം എടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കുട്ടികളുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് സ്വന്തമായി ബിൽഡിങ്ങുള്ള പുതിയ കെട്ടിടങ്ങളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കെട്ടിടങ്ങളും നമുക്ക് നല്ല സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ജില്ലയിൽ തന്നെ ആദ്യമായി എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റിയ ഒരു പഞ്ചായത്ത് കൂടെ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള വിദ്യാലയങ്ങളിലെല്ലാം നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം നൂതന പദ്ധതികളാണ് പഞ്ചായത്ത് നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തിൽ ചെയ്തത് കടലാമ സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ഏറ്റെടുത്ത പദ്ധതി എന്ന് പറയുന്നത് കടലാമ സംരക്ഷണമാണ്. നമ്മുടെ പ്രദേശത്ത് നല്ലൊരു വിഭാഗം ആളുകൾ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന ആളുകളാണ്.
അപ്പോൾ കടലിലെ മത്സ്യസമ്പത്ത് വർദ്ധിക്കുന്നതിന് കടലാമകൾക്ക് നല്ലൊരു പങ്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ കടലാമകൾ ഇന്ന് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സംരക്ഷണം സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രാദേശികമായി നമ്മുടെ പ്രദേശത്തുള്ള വളണ്ടിയർമാർ ചെയ്യുന്നുണ്ട് കുറേശ്ശെ. പക്ഷെ അവർക്ക് പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ചെയ്യുന്നതിന് അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുന്നതിനും അവർ സ്വമേധയാ അങ്ങനെയാണ് അവർ ചെയ്തിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുന്നതിന് സ്പെഷ്യൽ യൂണിഫോം കൊടുക്കുന്നത്, അതോടൊപ്പം ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള അതിനുവേണ്ടി പഞ്ചായത്ത് ഒരു ഫണ്ട് മാറ്റിവെക്കുകയും അതിന് നമുക്ക് കളക്ടറുടെ അനുമതി ലഭ്യമാവുകയും ചെയ്തു. അതിൻ്റെ അണ്ടറിൽ നമ്മളിപ്പോൾ ആ ഒരു പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സോഷ്യൽ ഫോറസ്ട്രിയുമായി സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരുന്നത്. ഏകദേശം 3200ഓളം മുട്ടകൾ കിട്ടുകയും 1800ഓളം കുഞ്ഞുങ്ങളെ കടലിലേക്ക് വിരിയിച്ച് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ഭക്ഷണം കഴിക്കുന്നത് ജെല്ലി ഫിഷ് പോലെയുള്ള മത്സ്യമാണ് ഇവരുടെ ഭക്ഷണമായിട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ കടൽ സസ്യങ്ങളൊക്കെ കടലിൽ കൂടുതൽ വളരുമ്പോൾ അത് മത്സ്യങ്ങളുടെ വളർച്ചയെ സാരമായി ബാധിക്കും. അപ്പോൾ ഈ കടലാമകൾ ഉണ്ടെങ്കിലാണ് ഇവരെ കഴിക്കുകയും അതൊരു ആവാസ വ്യവസ്ഥ നിലനിൽക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കടലാമകൾ നമ്മുടെ കടലിൽ കൂടുന്നതിനനുസരിച്ച് മത്സ്യസമ്പത്ത് വർദ്ധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കടലാമകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ റെഡ് ഒലിവ് ടർട്ടിൽ എന്ന ഇനമാണ് നമ്മുടെ ഇവിടെ വരുന്നത്. അത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ പഞ്ചായത്തിലെ പാപ്പാളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ വന്ന് മുട്ടയിടുന്നത്. പിന്നെ ഇവർ വിരിഞ്ഞിറങ്ങിയ കടൽ തീരം തേടി തന്നെ വർഷങ്ങൾ കഴിഞ്ഞ് മുട്ടയിടാൻ വീണ്ടും തിരിച്ചു വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു റുട്ടീനായി കൊണ്ടുപോയി നമ്മുടെ പ്രദേശത്തെ മത്സ്യസമ്പത്ത്, കടലിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ടൂറിസം മേഖലയിൽ ഏതെല്ലാം രീതിയിലാണ് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്? നമ്മൾ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആദ്യമായി നടപ്പിലാക്കിയ ഒരു പഞ്ചായത്ത് കൂടെയാണ് പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത്. ടൂറിസം മിഷന് വേണ്ടി നമ്മൾ പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തുകയും അർബൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉത്തരവാദിത്ത ടൂറിസം മിഷന് പൈസ അടക്കുകയും അതുവഴി നമ്മുടെ പഞ്ചായത്തിലെ പ്രാദേശികമായി വരുന്ന ടൂറിസം മേഖലകൾ കണ്ടെത്തുകയും ടൂറിസം ഭൂപടത്തിൽ തന്നെ നമുക്കൊരിടം കണ്ടെത്തുവാനും സാധിച്ചു. പഞ്ചായത്തിൻ്റെ പേരിൽ ടൂറിസം വെബ്സൈറ്റ് ഇറക്കുകയും ടൂറിസത്തിനായി ഒരു ആപ്പ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് എല്ലാ പ്രദേശങ്ങളിലും സർവേ നടത്തി കണ്ടെത്തി ടൂറിസം സൈറ്റിൽ നമ്മളുടെ പഞ്ചായത്തിനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ ഈ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ എന്ന് പറയുമ്പോൾ പ്രാദേശികമായുള്ള ആളുകൾക്ക് ടൂറിസത്തിലൂടെ വരുമാനം നേടുക എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടെയാണ്. അപ്പോൾ നമ്മുടെ പ്രദേശത്ത് തനതായി നിലനിൽക്കുന്ന സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ ഹോം സ്റ്റേ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ നമ്മുടെ പ്രദേശം നമുക്കറിയാം, നാലാപ്പാട്ട് നാരായണ മേനോനും കമലാസുരയ്യയും ഒക്കെ ജന്മമെടുത്ത നാട് കൂടെയാണ് പുന്നയൂർക്കുളം. അപ്പോൾ അവരുടെ ഒരു സ്മാരകം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുന്നത്തൂർ മന, മെയ്വേദ റിസോർട്ട്, പിന്നെ ഒരു ഭാഗം കടൽ വരുന്നുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ദേശാടന കിളികൾ, വെറൈറ്റി ആയിട്ടുള്ള ദേശാടന കിളികൾ വരുന്ന ഒരു പ്രദേശം കൂടെയാണ് ഉപ്പുങ്ങൽ പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു ടൂറിസം പദ്ധതികൾ കൊണ്ടുവരികയും അത് ഡെവലപ്പ് ചെയ്തെടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അത് ആ ഒരു പ്രദേശത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ടൂറിസം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ വാർഷിക പദ്ധതിയിൽ ഏതൊക്കെ മേഖലകളിലാണ് പുതിയ പദ്ധതികൾ രൂപീകരിച്ചിട്ടുള്ളത് പഞ്ചായത്ത്? നമ്മൾ സ്ത്രീകളുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് കുറച്ച് പദ്ധതികൾ ആലോചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ നിലവിലെ സ്ഥിതിവിവര കണക്കുകൾ ലഭ്യമാക്കുക. ഒരുപാട് ആളുകൾ തൊഴിലെടുക്കാതെ ഇരിക്കുന്നവരുണ്ട് പഠനം കഴിഞ്ഞിട്ട്. അതുപോലെ അവരുടെ സമൂഹത്തിൽ ഒരു ജെൻഡർ പഠനം നടത്തുന്നതിന് വേണ്ടി ജെൻഡർ പദവി പഠനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വുമൺ ഫെസിലിറ്റേറ്ററെ അടുത്ത വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയും അവർക്ക് വേണ്ട മാനസിക ആരോഗ്യം, നല്ല സ്ത്രീ നല്ല ആരോഗ്യം എന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടി നമ്മൾ അത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്.
പിന്നെ മാലിന്യ സംസ്കരണവുമായി നമ്മൾ നിലവിൽ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. MCFും ഹരിതകർമ്മസേനയും എല്ലാം ഉണ്ട്. എന്നിരുന്നാലും 100% മാലിന്യമുക്തമാക്കുക, ക്ലീൻ പുന്നയൂർക്കുളം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ നമ്മൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച ഷാഹിന മാഡത്തിന് നന്ദി. താങ്ക് യു. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം.